നമുക്ക് എം പി രാജേഷിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. ബെവ്കോയുടെ ഭാഗത്തു നിന്നൊരു ശുപാർശ വന്നിട്ടുണ്ട്, അത് ശരിയാണ്. വരുമാന വർധനവിന് ആവശ്യമായ നടപടികളൊക്കെ ആലോചിക്കേണ്ടി വരും. യാഥാസ്ഥിതിക നിലപാട് കേരളത്തിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ ഇവിടെ സമ്മതിക്കാറില്ല എന്നും എം പി രാജേഷ് പറയുന്നു. വരുമാന വർധനവിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല. അതായത് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത്.